അമേരിക്കയുമായുള്ള യുദ്ധം വീണ്ടും ആരംഭിക്കാൻ സാധ്യതയുണ്ട് എന്ന സൂചന നൽകി ഇറാൻ. വെടിനിർത്തൽ പേരിന് മാത്രം നിലനിൽക്കുന്നതിനാൽ യുഎസുമായും ഇസ്രയേലുമായും യുദ്ധം പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇറാൻ സായുധസേന അറിയിച്ചു. യുഎസ് ഒരു കരാറുകളും പാലിക്കുന്നില്ല എന്ന് ഇറാൻ ആരോപിച്ചു. നയതന്ത്ര ചർച്ചകൾ സ്തംഭിച്ചിരിക്കുകയും വ്യക്തമായ സമാധാന കരാറിലേക്ക് നീങ്ങുന്നതിനു പകരം ഇരുപക്ഷവും രാഷ്ട്രീയമായ വാക്പോര് തുടരുകയും ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ പ്രസ്താവന. യുഎസിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് ഇറാൻ ഉദ്യോഗസ്ഥർ പരസ്യമായി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ പ്രസ്താവനകൾ മാധ്യമ ശ്രദ്ധയ്ക്കായുള്ളതാണെന്നും എണ്ണവില കുറയുന്നത് തടയാനുള്ള മാധ്യമ നാടകങ്ങളാണ് യുഎസ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് എന്നും ഇറാന്റെ മിലിറ്ററി ആസ്ഥാനത്തെ ഡെപ്യൂട്ടി മുഹമ്മദ് ജാഫർ പറഞ്ഞു. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഏത് നീക്കത്തെയും നേരിടാൻ തങ്ങളുടെ സേന പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇറാനെ ആക്രമിക്കില്ലെന്ന് പറയുമ്പോഴും നാവിക ഉപരോധം ഉൾപ്പെടെയുള്ള നടപടിയുമായി മുന്നോട്ടു പോകുകയാണ് ട്രംപ്. സമാധാന കരാറിനായി ഇറാൻ മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശങ്ങളിൽ തൃപ്തനല്ലെന്ന് ട്രംപ് സമ്മതിച്ചെങ്കിലും പ്രശ്നങ്ങൾ വിശദീകരിച്ചില്ല. തനിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത നിബന്ധനകളാണ് ഇറാൻ ആവശ്യപ്പെടുന്നത് എന്നും ചർച്ചകളുടെ ഭാവി വ്യക്തമല്ലെന്നും വൈറ്റ് ഹൌസിൽ വാർത്താ സമ്മേളനത്തിനിടെ ട്രംപ് പറഞ്ഞിരുന്നു. ഇറാന്റെ കാര്യത്തിൽ രണ്ട് വഴികൾ മാത്രമേ ഉള്ളൂവെന്നും ട്രംപ് പറഞ്ഞു. ഒന്നെങ്കിൽ ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു കരാറിലെത്തുക. മാനുഷിക പരിഗണന മുൻനിർത്തി ഇറാനെ തകർക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാന്റെ ആവശ്യങ്ങളിലും നിർദ്ദേശങ്ങളിലും അമേരിക്ക തൃപ്തരല്ലെന്ന് വ്യക്തമാക്കിയതിനു പിന്നാലെ യുദ്ധം പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട് എന്ന സൂചന നൽകി മുതിർന്ന ഇറാൻ സൈനിക ഉദ്യോഗസ്ഥൻ രംഗത്തെത്തുകയും ചെയ്തു. അമേരിക്കയുമായി വീണ്ടും ഒരു സംഘട്ടനത്തിന് സാധ്യതയുണ്ടെന്നും അമേരിക്കയുടെ ഏത് മണ്ടത്തരങ്ങളെയും നേരിടാൻ തങ്ങൾ തയ്യാറാണെന്നും ഇറാനിയൻ സെൻട്രൽ കമാൻഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ മുഹമ്മദ് ജാഫർ അസാദി പറഞ്ഞു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും യുദ്ധം ആരംഭിച്ചേക്കുമെന്ന സാധ്യതകളെക്കുറിച്ച് ഇറാന്റെ ഫാർസ് ന്യൂസാണ് റിപ്പോർട്ട് ചെയ്തത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ചർച്ചാ നിർദ്ദേശത്തിൽ തൃപ്തനല്ലെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെ അമേരിക്കയുമായുള്ള യുദ്ധം പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് മുതിർന്ന ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥൻ ശനിയാഴ്ച പറഞ്ഞു. ഇനി ഇറാനുമായി ശത്രുതയോ സൈനിക നടപടിയോ ഇല്ല എന്ന ട്രംപിന്റെ പ്രസ്താവന അവർ തന്നെ സൃഷ്ടിച്ച കുഴപ്പങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ളതാണെന്നും ഇറാൻ പറയുന്നു. അമേരിക്കയുടെ ഏതൊരു സാഹസികതയ്ക്കും വിഡ്ഢിത്തരത്തിനും മറുപടി നൽകാൻ ഇറാൻ പൂർണ്ണസജ്ജരാണ്. പ്രകോപനത്തിന് മുതിർന്നാൽ വെറുതെ വിടില്ലെന്നും ഇറാൻ സൈനിക വക്താവ് പറയുന്നു. കഴിഞ്ഞ ദിവസം മധ്യസ്ഥന്മാരായ പാകിസ്ഥാൻ വഴി ഇറാൻ പുതിയ കരട് രേഖ കൈമാറിയിരുന്നു. ഇതിന് പിന്നാലെ ട്രംപ് നടത്തിയ പരാമർശവും ഇതിനിടെ ചർച്ചയായിരുന്നു. നമുക്കവരെ തകർത്ത് തരിപ്പണമാക്കണോ അതോ ഒരു കരാറിന് ശ്രമിക്കണോ എന്നായിരുന്നു ട്രംപ് അമേരിക്കൻ മാധ്യമങ്ങളോട് ചോദിച്ചത്. ഇതിന് പിന്നാലെ മനുഷ്യത്വപരമായ കാരണങ്ങളാൽ ആദ്യ ഓപ്ഷൻ തെരഞ്ഞെടുക്കുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ ചർച്ചകളിൽ നിന്ന് പിന്മാറിയിട്ടില്ലെന്നും എന്നാലും സമാധാനത്തിന്റെ പേരിൽ വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കുന്നത് അംഗീകരിക്കില്ലെന്നും ഇറാൻ ജുഡീഷ്യറി തലവൻ ഗുലാം ഹുസൈൻ മൊഹസേനി എജെ പറഞ്ഞിരുന്നു. ഹോർമുസ് കടലെടുക്ക് ഇറാൻ ഉപരോധിച്ചതിനെ തുടർന്ന് ആഗോള എണ്ണ വിപണി സാരമായി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇറാനിയൻ കപ്പലുകൾ പിടിച്ചെടുക്കുമെന്ന യുഎസ് നാവികസേന ഒരുതരം കടൽ കൊള്ളക്കാരായി മാറിയെന്നായിരുന്നു ഈ മേഖലയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് തമാശ രൂപേണ ട്രംപിന്റെ ന്യായീകരണം. ഏതായാലും ചെറിയൊരു സമാധാന കാലയളവിൽ നിന്ന് വീണ്ടും യുദ്ധമുഖത്തേക്കെന്ന സൂചനകളാണ് ഇറാന്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളിലൂടെ വ്യക്തമാകുന്നത്. അതിനിടെ കരാറുകൾ പാലിക്കുന്നതിൽ യുഎസിന് പ്രതിബദ്ധതയില്ലെന്നും അതിനാൽ യുഎസ് ഇസ്രയേൽ സഖ്യം വീണ്ടും യുദ്ധം തുടങ്ങാൻ സാധ്യതയുണ്ടെന്നും ഇറാൻ സായുധസേനയും വ്യക്തമാക്കി. തങ്ങൾ സൃഷ്ടിച്ച പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനും എണ്ണവില കുറയുന്നത് തടയാനുമുള്ള മാധ്യമ നാടകങ്ങളാണ് യുഎസ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് എന്ന് ഇറാന്റെ മിലിറ്ററി ആസ്ഥാനത്തെ ഡെപ്യൂട്ടി മുഹമ്മദ് ജാഫർ പറഞ്ഞിരുന്നു. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് നീക്കത്തെയും നേരിടാൻ സേന സജ്ജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനുമായുള്ള ശത്രുത അവസാനിച്ചെന്ന് പ്രഖ്യാപിക്കുമ്പോഴും സമുദ്ര ഉപരോധം ഉൾപ്പെടെയുള്ള സൈനിക സമ്മർദ്ദങ്ങൾ യുഎസ് തുടരുന്നുണ്ട്. ഇറാനുമായുള്ള കരാറില്ലാതെ മുന്നോട്ടു പോകുന്നതാണ് യുഎസിന് നല്ലത്. തനിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇറാൻ ആവശ്യപ്പെടുന്നത് എന്നും വൈറ്റ് ഹൌസിൽ വാർത്താ സമ്മേളനത്തിനിടെ ട്രംപ് പറഞ്ഞു. ഇറാനെതിരെ പുതിയ ആക്രമണങ്ങൾക്ക് പദ്ധതിയുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാതെ ട്രംപ് ഒഴിഞ്ഞു മാറി. യുഎസ് സെൻട്രൽ കമാൻഡ് മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറാന്റെ കാര്യത്തിൽ യുഎസിന് മുന്നിൽ രണ്ട് വഴികൾ മാത്രമേ ഉള്ളൂവെന്നും ട്രംപ് പറഞ്ഞു. ഒന്നെങ്കിൽ ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു കരാറിലെത്തുക. മാനുഷിക പരിഗണന മുൻനിർത്തി ഇറാനെ തകർക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ അതൊരു പ്രധാന പോംവഴിയായി മുന്നിലുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. 3 ആഴ്ചയായി തുടരുന്ന വെടിനിർത്തൽ ഇതോടെ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.